ഒരു ചോദ്യം കൂടി, അതോടുകൂടി ഈ സെഷൻ അവസാനിപ്പിക്കും. സർ, എൻ്റെ പേര് ഷീല. ഇപ്പം നമ്മൾ സാറ് നേരത്തെ പറഞ്ഞിരുന്നു, മതപരമായിട്ടുള്ള അനാചാരങ്ങൾ ഭരണഘടനാപരമായ രീതിയിൽ നിരോധിച്ചാൽ മാത്രമേ അത് ഫലവത്താകുള്ളൂ എന്ന് പറഞ്ഞാൽ അതിലൊന്നാണ് നമ്മളുടെ സതി. അപ്പോൾ അതേപോലെ പല അനാചാരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വലുത് ഉന്നത ജാതിയിൽപ്പെട്ട ആളുകൾ അവർ കഴിച്ചതിന് ശേഷമുള്ള ഇലകളിൽ കിടന്ന് ഉരുണ്ടാൽ മോക്ഷം കിട്ടും. അവർ കഴിച്ചതിന് ശേഷമുള്ള ഇലയിൽ കിടന്നുരുളുന്ന താഴ്ന്ന ജാതിക്കാരുണ്ട്. അത് നമ്മൾ കഥയിൽ കേട്ടിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ നേരിട്ട് കാണാൻ പറ്റി. അതായത് അന്നദാനശാലയിൽ എല്ലാവരും നടക്കുന്ന സ്ഥലത്ത് നിലത്ത് വിളമ്പി കൊടുക്കുകയാണ് അവർക്ക്. നിലത്ത് 2 സ്ത്രീകളാണ് ആ നിലത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. അതിൽ പുരുഷന്മാരുണ്ട്, പക്ഷേ പുരുഷന്മാരെല്ലാം പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ട്. ഈ 2 സ്ത്രീകൾ നിലത്തുനിന്ന് ആ ഭക്ഷണം വടിച്ച് കഴിക്കുന്ന ആ ഒരവസ്ഥ. അപ്പോൾ അത് ഒരു തരത്തിലൊരു അനാചാരം തന്നെയല്ലേ? അങ്ങനെ ഒരിക്കലും ഒരു മതമോ ഒരു ദൈവമോ അങ്ങനെ പറയുമെന്ന് തോന്നില്ല. അപ്പോൾ അതെ, അല്ല, അത്തരത്തിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആധുനികമായൊരു മൂല്യത്തിനോ ജീവിത വീക്ഷണത്തിനോ ഇണങ്ങാത്ത എത്രയെങ്കിലും ഭ്രാന്തുകൾ ആചാരങ്ങളുടെ പേരിൽ നടക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. അതിപ്പം നിങ്ങൾ ചൂണ്ടിക്കാണിച്ച വിഷയം മാത്രമല്ല, നമ്മുടെ നിത്യജീവിതത്തിൽ നാം കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ മുതൽ എത്രയെങ്കിലും തലങ്ങളിൽ ഇതുണ്ട്. ഭരണഘടന പക്ഷേ മുമ്പോട്ട് വയ്ക്കുന്നത് അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾക്കെതിരായ ആചാരങ്ങളെ, മനസ്സിലായല്ലോ. ഇപ്പം അയിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും ഈക്വലാണ് എന്നുള്ള സങ്കല്പത്തിനെ എതിരാണ്. അതുകൊണ്ടാണ് ഭരണഘടന അതിനെ കുറ്റമാക്കുന്നത്. ഭരണഘടന കുറ്റമാക്കിയതുകൊണ്ട് അത് റദ്ദായോ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. ഭരണഘടന റദ്ദാക്കിയതുകൊണ്ട് മാത്രമൊന്നും ഒരു കുറ്റവും ഇല്ലാതാവില്ല. അതിന് സാമൂഹ്യബോധം വേറെ വളരണം. അപ്പോൾ ഈ 2 കാര്യങ്ങളും ഉണ്ട്. നിശ്ചയമായിട്ടും അനാചാരങ്ങളുടെ വലിയൊരു ലോകം നമുക്ക് ചുറ്റുമുണ്ട്. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം 75 കൊല്ലം കൊണ്ട് ഒട്ടും കുറഞ്ഞില്ല എന്ന് മാത്രമല്ല, വേണ്ട പോലെ കൂടുകയും ചെയ്തു എന്നാണ് പലപ്പോഴും തോന്നുന്നത്. ചോദ്യങ്ങൾ ഇനിയുമുണ്ട് എന്നറിയാം, പക്ഷേ സമയം അതിനനുവദിക്കുന്നില്ല എന്നതുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു സെഷന് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി ശ്രീ ദിനേശൻ ഇടത്തലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാന്യരെ, ഇന്ന് ഏറെ കാലിക പ്രസക്തിയുള്ള മതനിരപേക്ഷത വീണ്ടെടുക്കാനുള്ള വഴി എന്ന വിഷയത്തെ അധികരിച്ച് ഈ ഒരു സമയം നമ്മോട് സംവദിച്ച ബഹുമാന്യരായ ശ്രീ സുനിൽ പി ഇളയിടം അവർക്കും ശശികുമാർ പൊന്നേരി അവർക്കും അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച ബഹുമാന്യനായ PK ദാമോദരനും ഉള്ള നന്ദി ഈ ഒരു അവസരത്തെ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ സദസ്സിനെ ധന്യമാക്കിയ എല്ലാ വ്യക്തികളോടും ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിക്കുന്നു.